ജൂൺ 1-ാം തീയതി സ്കൂൾ തുറന്നാലേ മാർച്ചിൽ പരീക്ഷയുണ്ട്. എനിക്ക് എല്ലാവരെക്കാളും നല്ല മാർക്ക് മേടിച്ച് ജയിക്കണം, അടുത്ത ക്ലാസ്സിൽ കയറണം, പഠിച്ച് ഉയരണം. അവന് പഠിക്കാമെങ്കിൽ അല്ല, 2 കാലും ഇല്ലാത്തവൻ എവറസ്റ്റിൻ്റെ കൊടുമുടി കയറി. അപ്പോൾ 2 കാലുള്ളവനോടെ കയറണം. അവന് വയ്യെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ മതിയോ? അത് നമുക്ക് മാതൃകയാണ്. നമ്മളെ മന്ദബുദ്ധിയാക്കിയില്ല. അപ്പോഴേ അവൻ്റെ ബുദ്ധി, അവൻ ചെയ്യേണ്ടത് കൂടെ നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ ഓരോ ചിന്തകളുണ്ട്. പിന്നെ ദൈവം തന്ന ആയുസ് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു മേടിച്ചല്ലേ അല്ല. അത് അന്നേരം അങ്ങ് പോയി. ചെയ്താൽ നമ്മൾ മരിച്ചാലും പ്രവൃത്തി കൂടെ കിടക്കും. നമ്മൾ തിന്നു കുടിച്ചു സുഖിച്ചു അല്ല. നമ്മൾ അത്താഴം ഉണ്ണുമ്പോഴേ ഇന്ന് കഞ്ഞി വെക്കാത്ത വീടുണ്ടോയെന്ന് തിരക്കണം, ഉണ്ണാത്തവരുണ്ടോയെന്ന്, രോഗികളായിട്ട് കിടക്കുന്നവരുണ്ടോ, അവർക്ക് എങ്ങനെ അവരെ നമ്മളാൽ സഹായിക്കുന്നേ, 3-4 പേരോടെ പറഞ്ഞ് അവരെയും കൊണ്ടുകൂടെ അവരെ പോയെന്ന് കാണുക, ഒരാശ്വാസമൊക്കെ പറയുക, ഒക്കെ ചെയ്യുക. അമ്മമാർ പറയുക ഞങ്ങൾക്ക് ഇഡ്ഡലിയും ദോശയും തിന്നണം, മില്ലിൽ കൊണ്ടുപോകാൻ ആരുമില്ല. അന്നേരം പിന്നെ എല്ലാവരും കൈ നീട്ടി ഒരു ഗ്രൈൻഡറും ഫ്രീസറും. ഇതിനൊരു നിയമം വെക്കണം. അപ്പനെയും അമ്മയും വേണ്ടെങ്കിൽ മുതലൂടെ ഇനി കൊടുത്തു വിടണം. എന്താ മുതലും കൂടെ കൊടുത്ത് വിടണം. അപ്പനെയും അമ്മയും നിനക്ക് വേണ്ടെങ്കിൽ അവരുടെ സ്വത്ത് കൊള്ളാമോ? അപ്പനെയും അമ്മയും വേണ്ടാതെ വെച്ചതെന്താ? അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. മരുമോടെ കുറ്റം മോൻ വരുമ്പോൾ പറയും. അന്നേരം മോൻ അമ്മയെ പറയുമോ ഭാര്യയെ പറയുമോ? അപ്പം അങ്ങനെയൊക്കെ പല തരത്തിലുണ്ട്. പക്ഷേ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെക്കണം. അല്ലെങ്കിൽ ഒന്നും ആ രീതി വളർത്തിയെടുക്കണം. അഞ്ചു മക്കളും സമ്പന്നരായിട്ടും വലിയ മാളികകളിൽ ജീവിച്ചിട്ടും താൻ ജനിച്ചു വളർന്ന ഭവനത്തിൽ സമ്പന്നമല്ലാത്ത മനസ്സുമായി ജീവിക്കുന്ന ഒരമ്മച്ചിയെ പരിചയപ്പെടാം. ലോകം കണ്ട മദർ തെരേസയുടെ മനസ്സുമായി വിശക്കുന്നവരെ തേടി അലയുന്ന ഒരമ്മച്ചി. മക്കളും മക്കളുടെ മക്കളും നൽകുന്ന സഹായങ്ങളുമായി നിർധനരെ തേടി നടക്കുന്ന 92 വയസ്സിലേക്ക് കടക്കുന്ന ഒരമ്മച്ചി. ചിന്നമ്മ ജോൺ. 91-ാമത്തെ വയസ്സിലും ചിന്നമ്മ ജോൺ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കുന്നത് സമൂഹത്തിൽ അനാഥപ്പെട്ടു പോകുന്നവരെ ഓർത്താണ്. അവർക്ക് ഒരു നേരം പോലും ഭക്ഷണം മുടങ്ങല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമ. ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. നിർധനരായ കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, ബാഗ്, മഴ നനയാതെ പോകാൻ കുട തുടങ്ങി എല്ലാം വാങ്ങി നൽകാനുള്ള തിരക്കിലുമാണ്. പത്തനാപുരം ഗാന്ധിഭവൻ അടക്കം കേരളത്തിലെ 7ഓളം കാരുണ്യാലയങ്ങളിൽ മുടങ്ങാതെ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുക. ഇതൊക്കെയാണ് ചിന്നമ്മാമയുടെ ജീവിതം. നീ ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന കണക്ക് ബോധിപ്പിക്കണം എന്നാണ് ചിന്നമ്മാമയുടെ ഭാഗം. വേദപുസ്തക പരിജ്ഞാനത്തിൻ്റെ നിറവ് സമ്പത്താക്കി അനാഥർക്ക് എന്നും തണലാകാൻ വാർദ്ധക്യത്തിൻ്റെ അവശതകൾ മറന്ന് അങ്ങനെ ജീവിക്കുകയാണ് ചിന്നമ്മാമച്ചി. 4 മക്കളുള്ള എല്ലാവരും സമ്പന്നതയിൽ ജീവിക്കുന്നവരായിട്ടും എന്തിനാണ് ചിന്നമ്മാമച്ചി മറ്റുള്ളവരോട് സഹായത്തിനായി കൈ നീട്ടുന്നതെന്നും പലരും ചിന്തിച്ചു പോകും. അതിനുള്ള ചിന്നമ്മാമച്ചിയുടെ മറുപടി ഇതാണ്: മക്കളെ, ആഹാരം കിട്ടാതെ ഒരു അനാഥരും പട്ടിണിയാകരുത്. അങ്ങനെ സ്വരൂപിക്കുന്ന പണവുമായി ചിന്നമ്മാമച്ചി പുതുവസ്ത്രങ്ങളും ആഹാര സാധനങ്ങളുമായി കേരളത്തിലെ തനിക്കറിയാവുന്ന അനാഥാലയങ്ങളിലൊക്കെ പോകും. തൻ്റെ സമ്പാദ്യം താൻ കൈനീട്ടി വാങ്ങിയ പണവുമായി അങ്ങനെ ആവശ്യക്കാരെ സഹായിച്ച് ചിന്നമ്മാമച്ചി തൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുകയാണ്. അങ്ങനെ അനാഥർ പട്ടിണിയാകല്ലേ എന്ന് താൻ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് ചിന്നമ്മാമച്ചി പ്രാർത്ഥനയിലൂടെ അഭ്യർത്ഥിക്കും.